ഹലോ, ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഹൽവ ഉണ്ടാക്കിയല്ലോ. എന്ത് ഹൽവയാന്നല്ലേ, നമ്മളെ ബീട്രൂട്ട് ഹൽവ തന്നെ. നല്ല ചുമന്നിട്ടുള്ള ബീട്രൂട്ടാ. അത് നല്ല പോലെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് ഇങ്ങെടുക്കണം. അല്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂലേ, അത് പിന്നെ ഞങ്ങൾ പറയണം. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവൂലേ, എന്നാൽ പിന്നെ വേഗം പോയിട്ട് എന്ത് പണിയെടുത്തോന്നാ, ഒരു 3 ബീട്രൂട്ട് എടുത്ത് ചെറുതാക്കി കട്ട് ചെയ്ത് ഇങ്ങെടുത്ത്. എന്തിനാ, നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനാക്കി അരച്ചെടുക്കാൻ തന്നെ. അതിനെന്ത് പണിയെടുക്കുക, വേഗം ബീട്രൂട്ടെല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനാക്കിയിട്ട് തന്നെ അരച്ചെടുക്കണേ. മറക്കണ്ട, നല്ല പോലെ അരയണം കേട്ടാ. പിന്നെ നമുക്ക് വേണ്ടിയത് 2 സ്പൂണ് കോൺഫ്ലവറാ. 2 സ്പൂണ് കോൺഫ്ലവർ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇങ്ങെടുക്കണം കേട്ടാ. ഒരു 1/2 കപ്പ് വെള്ളവും പറഞ്ഞ് നല്ല പോലെ മിക്സ് ആക്കി എടുക്കണം. ഒരു ചെറിയ തരി പോലും ഇല്ലാതെ കേട്ടാ. നല്ല പോലെ കട്ട ഒന്നും കെട്ടാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങെടുക്കണം. എന്നിട്ടോ പിന്നെ നമുക്ക് ഹൽവയിൽ വേണ്ടിയത് പഞ്ചസാരല്ലേ. പഞ്ചസാരയാ? പിന്നെ പഞ്ചസാര ഇല്ലാണ്ട് എന്ത് ഹൽവ അല്ലേ, മധുരത്തല്ലേ ഹൽവ. എന്നാൽ പിന്നെ കുറച്ച് പഞ്ചസാര ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ഇടാം. നിങ്ങൾ മധുരം നോക്കാൻ മറക്കണ്ട, മധുരത്തിനനുസരിച്ചിട്ട്. നിങ്ങളെ മധുരം ഞാക്ക് അറിഞ്ഞൂടാലോ, ഞാക്ക് നല്ല മധുരം വേണ്ട, അതുകൊണ്ട് തന്നെ 1/2 കപ്പ് എടുത്തുള്ളൂ. നല്ല മധുരം വേണ്ടിയാൽ ഒരു 1 കപ്പ് വരെ എടുത്തേട്ടാ. എന്നിട്ടോ നമ്മൾ ബീട്രൂട്ടിൻ്റെ മിക്സില്ലേ, നല്ലോണം ഫൈനാക്കി അരച്ച് വെച്ച ബീട്രൂട്ടിൻ്റെ മിക്സും ചേർത്ത് നമ്മളെ പഞ്ചസാരയും കോൺഫ്ലവറും എല്ലാം കൂടി നല്ല പോലെ മിക്സാക്കി വരുന്നത്. നമ്മളെ കുഴഞ്ഞ് എല്ലാടി എത്തണേ. നല്ല പോലെ ഇളക്കി മിക്സാക്കി ഇങ്ങെടുത്ത് നേരെ കൊണ്ടുപോയി ഇട വെച്ചോ നമ്മൾ അടുപ്പത്തെട്ടാ. അടുപ്പില്ലെങ്കിൽ ഗ്യാസ് ആയാലും പ്രശ്നമില്ല. പക്ഷെ ഗ്യാസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും, കാരണം ഇത് ബറ്റി കുറുകി വരണ്ടേ. പിന്നെ നമുക്ക് വേണ്ടിയത് ഏലക്കായ കേട്ടോ. ഒരു 6 ഏലക്കായ എടുത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് നല്ല പോലെ അടിച്ചിങ്ങെടുത്തോ, നല്ലോണം പൊടിച്ചിങ്ങെടുത്തേട്ടാ. പിന്നെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് വാരാൻ പിന്നെ ഞങ്ങൾ പറയണ്ടല്ലോ, ഹൽവയിൽ നെയ്യ് വാരാണ്ട് എന്തില്ലേ. എന്നാൽ നെയ്യും പറഞ്ഞോളി. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഏലക്കായ ഇട്ട് കുറച്ച് 2 അണ്ടിപ്പരിപ്പ് ഇട്ട് നല്ല പോലെ ഇളക്കി മിക്സാക്കി ഇങ്ങെടുത്തോ. മുന്തിരിൻ്റെ അതും ഇട്ടേട്ടാ. നല്ലോണം ഇളക്കി മിക്സാക്കി ഇങ്ങെടുത്ത് നല്ലോണം വറ്റി കുറുകി വരണം സംഭവം കേട്ടാ. എന്നാലല്ലേ അതിൻ്റെ കോണോ. എന്നാൽ പിന്നെ എന്ത് പണിയെടുത്തോ, നിൽക്കാണ്ട് ഇളക്കിക്കൊടി. ഇതിൻ്റെ ഇടയ്ക്കിടക്കായിട്ട് കുറച്ച് നെയ്യ് വാരാൻ നിങ്ങൾ മറക്കണ്ട. ഓരോരോ സ്പൂണ് നെയ്യ് വറ്റും തോറും ഇടയ്ക്കിടയ്ക്ക് പാർന്നു കൊടുക്കണേ. ഇതാ കണ്ടില്ലേ നമ്മൾ പാർന്നു കൊടുക്കുന്നേ, അതുപോലെ കുറേശ്ശെയായിട്ട് നെയ്യും പാർന്ന് നല്ല പോലെ ഇളക്കി മിക്സാക്കി ഇങ്ങനത്തെ നമ്മളെ ഹൽവ റെഡിയായി വന്നിട്ട് പേന്ന് വിട്ട് വരുന്ന സൈസായ നേരെ കൊണ്ടുപോയിട്ട് എന്ത് പണിയെടുക്കുക, ഒരു പാത്രത്തിൽ വെച്ച് നല്ല പോലെ മുട്ടി കൊടുക്കുക. എന്തിന്, നല്ല നിരപ്പായി കിട്ടണ്ടേ. നിരപ്പായി എന്ന് വെച്ചാൽ മൊഞ്ചി കിട്ടണ്ടേ. നല്ല സുന്ദരി കുട്ടപ്പമായ ഹൽവ ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്ക് സെറ്റായി കിട്ടും. ഒരു ഓവർനൈറ്റ് പുറത്ത് വെക്കുന്നതാണെങ്കിൽ ഹൽവ തണുക്കാൻ വെക്കുന്നതാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മസ്റ്റ് ട്രൈ കേട്ടാ. എല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ്, അത് ഞങ്ങൾ പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ഇങ്ങനത്തെ പുതിയ മോഡൽ വീഡിയോസ് എല്ലാം ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടേ, എന്താ വീഡിയോ മാണ്ടിയെന്ന്. നമ്മളൊരു പിന്നെയും വീഡിയോ ഇടാലല്ലേ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ടാറ്റാ, ബൈ, സീ യു. അടിപൊളി ഹൽവയാണേ, മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടാ. എന്നാ ഓക്കെ. സൂപ്പർ ഹൽവ, സൂപ്പർ.